അപ്പോൾ നമ്മളുടെ അടുത്ത ഡിസൈറാണിത്. ഫുൾ പെയിൻറ്റിങ് വന്നിരിക്കുന്ന വണ്ടിയാണ്. TN രജിസ്ട്രേഷൻ തമിഴ്നാട് വണ്ടിയാണ്. ഇത് ഫുൾ പെയിൻറ്റിങ് ചെയ്യണം. പെയിൻ്റൊക്കെ ആകെ മോശമാണ്. ഓവറായിട്ട് പുട്ടിങ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഈ വണ്ടിയുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. ഓവറായിട്ട് ഡെൻ്റ് ഉണ്ട്. സൈഡ് ഭാഗത്തൊന്നും ബോഡി ഷേപ്പിംഗ് അല്ല പക്ക. ഒരുപാട് പുട്ടി കയറ്റിയാണ് ഈ വണ്ടി പണിതിരിക്കുന്നത്. പെയിൻറ്റ് കംപ്ലൈൻറ്റുകളുണ്ട്. ഇതൊക്കെ കണ്ട ചൂടായിട്ട് പെയിൻ്റൊക്കെ മങ്ങി പോയിട്ടുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക്. വണ്ടിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടോ. നമ്മുടെ ഡിസൈറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു ഫുള്ളായിട്ട്. നമ്മളെ പുതിയ ഡിസൈറിന് പറഞ്ഞ സിൽവറാണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇത്തിരി ഒരു വൈറ്റ്നസ് കൂടുതലാണ്. തരി, അതായത് നമ്മുടെ സിൽവറിൻ്റെ തരിക്ക് ഇത്തിരി തിക്നെസ് കൂടുതലാണ്. ആ ടൈപ്പ് സിൽവറാണ് ഇതിന് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സെറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡിസൈർ ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയി. ഇതിപ്പോൾ ഫുൾ ബോഡി ഷേപ്പിംഗ് ചെയ്തതാണ്. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു കണ്ടീഷനായിരുന്നു. അവിടെ ഇത് സൈഡെല്ലാം ഫുൾ ഡെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് ചെയ്തെടുത്തു. ഫുള്ള് ഡെൻഡിങ് വർക്കായിരുന്നു കേട്ടോ. ഫുള്ളായിട്ട് തന്നെ വണ്ടി ക്ലിയർ ചെയ്തെടുത്തു. ഹെഡ്ലൈറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ടിൽ ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ബീഡിങ്ങുകളോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. എല്ലാം പഴയത് തന്നെ നമ്മൾ റീസെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ വണ്ടിയുമ്പോൾ. ഫുള്ള് ബോഡി ഷേപ്പിംഗ് ചെയ്ത് വാക്സ് ഇടാൻ ബാക്കിയാണ്. അപ്പോൾ കസ്റ്റമർ വരുമ്പോൾ ടൈമിലാണ് നമ്മൾ വാക്സ് ഇടുക. കാരണം തമിഴ്നാട് വണ്ടിയാണിത്. അപ്പോൾ ട്രാക്കിൽ നിന്ന് വന്നതാണ്. എല്ലാം ഷേപ്പിംഗ് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ.